ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. ആക്റ്റീവ 60 BS6 മോഡലാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്ന ചില മിസ്സിങ്, റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന പ്രശ്നം, വലിയ കുറവ് ഒക്കെ ഈ ഒരു ഫ്യൂവലിൻ്റെ മോട്ടറിൻ്റെ ഫിൽറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വരുന്നത്. ഈ ഒരു ഫ്യൂവലിൻ്റെ കണ്ടില്ലേ, ഫ്യൂവൽ എടുക്കുന്ന കുറവാണ്, പമ്പിങ് കുറവാണ്, നല്ല ഫോഴ്സിൽ വരും ഈ ഒരു പമ്പിങ്. ആ ഒരു ഫിൽറ്ററിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു ഫോഴ്സ് ഇല്ലാത്തത്. അതുകൊണ്ട് അത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫിൽറ്റർ മാറ്റിയിട്ട് എങ്ങനെ ചെറിയ പൈസ നമ്മൾ സോൾവ് ചെയ്യാം. കൂടുതൽ ഇങ്ങനെ തന്നെ ഓടിയാൽ 10,000-4,000 രൂപയ്ക്ക് വരും. ഇല്ലാണ്ടാക്കാണ്ട് നമ്മൾ ഫിൽറ്റർ മാത്രം ശരിയാക്കി എടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ സമയം കളയാണ്ട് വീഡിയോയിൽ പോകാം. നമ്മൾ ഫസ്റ്റായിട്ട് ഈ ഒരു ആക്റ്റീവ 60 എന്ന് വെച്ചാൽ നമ്മളെ കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് ഓടുമ്പോൾ വണ്ടി നിന്ന് പോവുക, കയറ്റത്തിൽ നിന്നൊക്കെ വലിയ കമ്മിയാണ്, അതൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്ന് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ കൂടുതൽ ഈ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ കൂടുതൽ ഈ ഒരു പമ്പിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് എല്ലാ വണ്ടിക്കും നല്ല BS6, ആക്റ്റീവ, ഡിയോ, നമ്മളെ പുതിയ ബൈക്കിനൊക്കെ ഇതേ സിസ്റ്റം എന്നാണ് വരുന്നത്. അതുകൊണ്ട് കൂടുതലും ഈ ഒരു കംപ്ലയിൻറ്റ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത്. എന്നിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ഒരു ഫിൽറ്റർ മാറ്റി കൊടുത്താൽ നമ്മൾ ശരിയാക്കി എടുക്കാം. അതുകൊണ്ട് നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 60 ആണ് നമ്മളെടുത്ത് നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാക്കേണ്ടി വേണ്ടി ഇതിൻ്റെ ഈ ഒരു ഡിക്കി ഭാഗം നമുക്ക് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തെടുക്കണം. ഈ 4 സ്ക്രൂ, പിന്നെ ബാക്കിൽ 2 ക്ലിപ്പും ഉണ്ടാവും, അതും കൂടി ഊരിയാൽ നമുക്ക്, പിന്നെ ആ 4 സ്ക്രൂ, പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഒരു 10-ൻ്റെ ഒരു ബോൾട്ട് കൂടി ഉണ്ടാവും ആ സീറ്റിൻ്റെ നേരെ താഴെയായിട്ട്. അപ്പോൾ ആ ബോൾട്ടും കൊണ്ട് 4-5 കൂടെ അയച്ചെടുത്താൽ നമുക്ക് ഈ ഡിക്കി പൊന്തിച്ച് കിട്ടും. എന്നിട്ട് ആ ഡിക്കി പൊന്തിച്ചാൽ നമ്മൾ കാണാൻ കണ്ടാവും. ഇതാണ് ഇത് ഇഞ്ചക്ടറിലേക്ക് പോണ ഫ്യൂൽ പമ്പിൽ നിന്ന് പോണ ലൈനാണ്. അപ്പോൾ ഈ ലൈനിലേക്ക് നമ്മൾ ഈ ഒരു ഫ്യൂൽ പമ്പിൽ നിന്ന് കറക്റ്റായിട്ട് സ്പെഷറിൽ വരണം പെട്രോൾ. എന്നാലും നമുക്ക് ഇഞ്ചക്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. എന്നാലും ഈ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ കാർബറേറ്റർ ഇല്ലാത്ത BS6 മോഡൽ വണ്ടി ആയതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു പമ്പിങ് നടക്കണം. അത് ഈ ഒരു ഫിൽറ്ററിന് ബ്ലോക്ക് വരുന്നത് വെച്ചാൽ നമ്മൾ പെട്രോളിൽ കൂടെ കറണ്ട് വന്ന് ബ്ലോക്ക് ആവുന്നതാണ് കൂടുതലും. ഞാൻ ഇതൊന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫയർ കാണിച്ചു തരാം എത്ര പവറിലാണ് വരുന്നത്. ഇത് ബ്ലോക്കായി കിടന്നിട്ടാണ് നല്ല പവറായിട്ട് വരാത്തത്. അപ്പോൾ ഇതുകൊണ്ട് കൂടുതൽ നമ്മളിപ്പോൾ എത്രയോ വണ്ടി ഇങ്ങനെ ഇതേ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫിൽറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വരുന്നത്. നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ ഈ കുപ്പിയിലൊക്കെ വാങ്ങി പെട്രോളൊക്കെ ഒഴിക്കില്ല, ഇതിലൂടെ കറണ്ട് കുടുങ്ങിയിട്ട് ഈ ഒരു ഫിൽറ്റർ ബ്ലോക്കായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ഈ ഒരു പെട്രോളിൻ്റെ കറണ്ട് കൂടെ മാത്രമാണ് ഈ ഒരു ഫിൽറ്റർ ബ്ലോക്കായി പോകുന്നത്. അപ്പോൾ BS6 ഹോണ്ടൻ്റെ എല്ലാ വണ്ടിയിലും ഈ ഒരു ഫിൽറ്ററും ഈ ഒരു മെത്തേഡുമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് BS6 കിട്ടില്ല. പഴയത് BS4 എന്നല്ല, BS6 ഇതൊരു മെത്തേഡാണ്. ബ്ലോക്കായിട്ട് എല്ലാ വണ്ടിക്കും ഈ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അതിനെക്കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടോ. ഈ ഒരു ഫിൽറ്റർ ബ്ലോക്കായത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പിന്നെ ഫ്യൂൽ പമ്പിൻ്റെ പിന്നെ ഇഞ്ചക്ടറിലേക്ക് കണ്ടീഷനായിട്ട് നല്ല പവർ ഫോഴ്സിലെത്തണം. ഞാൻ ഈ ഒരു പുതിയ ഫിൽറ്റർ ഇട്ടും കാണിച്ചു തരാം. ഈ ഒരു ഫിൽറ്ററിൻ്റെ വില എന്ന് വെച്ചാൽ 317 രൂപ ആ റേഞ്ച് വരുന്നില്ല. ഒറിജിനൽ എന്ന് വാങ്ങിയിട്ടാണ് നോക്കാം നമ്മൾ മാറ്റുമ്പോൾ കേട്ടോ. പിന്നെ കണ്ടോ, ഇത് രണ്ടിൻ്റെ ഇതിങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മളെ ഈ ഒരു പിന്നെ ഫ്യൂവലിന് ഔട്ടാവുന്നത് പെട്രോൾ. അതിൻ്റെ ഈ ഒരു കരട് കുടുങ്ങിയിട്ടാണ് അത്രയും ഫോഴ്സ് വരാണ്ട് നിൽക്കുന്നത്. അതും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഫോഴ്സ് കണ്ടീഷനായിട്ട് വന്നാലേ വണ്ടിക്ക് ഈ വലിയും ഈ മിസ്സിങ്ങും കയറ്റം കയറുമ്പോഴൊക്കെ മിസ്സിങ്, സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ ഈ ഒരു ഫിൽറ്റർ കറക്റ്റായിട്ട് പെട്രോൾ എത്തിയില്ലെങ്കിലൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതിന് കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് വെച്ചാൽ സ്റ്റാർട്ടാവേണ്ട നിൽക്കുക, കുറച്ച് ഓടുമ്പോൾ ഓഫായി പോവുക, പിന്നെ കയറ്റത്തിൽ നിന്നൊക്കെ വലിയ കമ്മിയായി പോവുക, മിസ്സിങ് ആയി കളിക്കാനൊക്കെയാണ്. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ അതിന് ചെറിയൊരു മൊഡും ഉണ്ടാവും. ആ മൊഡും നമ്മളെ അതിന് പമ്പിൻ്റെ കറക്റ്റായിട്ട് അതിൽ ഇറങ്ങി നിൽക്കണം. എന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊരു ഓറിങ് വരുന്നുണ്ടോ, ഈ ഓറിങ് കറക്റ്റായിട്ട് സീറ്റിങ് ചെയ്തിടണം. ഒരു സൈഡോട്ടൊന്നായി പോയത്, അങ്ങനെ സൈഡോട്ടൊക്കെ ആയി പോയാൽ ഈ ഒരു പമ്പിന് പെട്രോൾ ലീക്ക് വരാൻ സാധ്യത ഉണ്ടാവും. ശ്രദ്ധിച്ചു കൊടുക്കണം. നമ്മൾ ഈ ഫിൽറ്റർ ഇങ്ങനെ കൂടുതലും ഇങ്ങനെ ലീക്കൊക്കെ ആയിട്ട് ഓടുകയാണെങ്കിൽ, ഈ ഫിൽറ്റർ നമ്മൾ മാറ്റാണ്ട് ഇതേ കംപ്ലയിൻറ്റിൽ ഓടുകയാണെങ്കിൽ ഈ ഒരു ഫ്യൂൽ പമ്പ് മൊത്തത്തിൽ മാറ്റും. അതിന് 2,500 സംതിങ് ആ ഒരു കോസ്റ്റ് വരുന്നുണ്ട് ഈ മൊത്തത്തിൽ സെറ്റിന് കിട്ടും. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ അങ്ങനെ ചെറിയ മിസ്സിങ്ങോ കാണിക്കുകയാണ് ഈ ഫിൽറ്റർ കറക്റ്റ് എന്നായിട്ട് മാറ്റി കൊടുക്കുക. അതുകൊണ്ട് ഇതിലേക്കാണ് നേരത്തെ നമ്മൾ ടാങ്കിൽ നിന്ന് ഈ ഒരു ഫ്യൂൽ പമ്പിലേക്കാണ് കണ്ടോ, ആ വലിയൊരു ഹോൾസിലേക്കാണ് പെട്രോൾ ഇറങ്ങുന്നത്. നാളെ അങ്ങോട്ട് ഇത് ചാവി ഓണാക്കുമ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്ത് ഫ്യൂൽ ഈ പവർ ഉണ്ടാവും. ഇത് കണ്ടോ പവറായിട്ട് വരിക. നേരത്തെ കണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫിൽറ്റർ മാറ്റിയതിന് ശേഷമുള്ള ഇതാണ്. നേരത്തെ കണ്ടില്ല കമ്മിയായി. ഇതിപ്പോൾ നമ്മൾ ചാവി ഓണാക്കുമ്പോൾ നല്ല ഫയറിൽ കണ്ടില്ലേ, ഇത്രയും ഫയറിൽ വന്നാലും നമുക്ക് ഈ ഒരു ഇഞ്ചക്ടറിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ നല്ല പെട്രോൾ ഇങ്ങോട്ട് എത്തും. അതുകൊണ്ട് ഫയർ കുറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പിന്നെ ഇഞ്ചക്ടർ വർക്കിംഗ് കുറയും. അങ്ങനെയാണ് നമ്മളെ മിസ്സിങ്ങും കാര്യങ്ങളും വലിയൊക്കെ കുറയുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ എത്രയോ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.